ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടോ. അപ്പോൾ 5 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് 40K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരോടും ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്നലെ എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് പലരും ക്വാളിറ്റി കുറവുണ്ട്, എന്ന ഒരു സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്ന് എല്ലാവരും തന്നെ പറയും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു. പിന്നെ പലരും വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റും ചെയ്യുമായിരുന്നു, വീഡിയോയ്ക്ക് ക്ലാരിറ്റി പോരാ. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ചെറിയ ഫോണ് റെഡ്മിയുടെ 12 പ്രോയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിലാണ് ഞാൻ വീഡിയോ മൊത്തം ഇപ്പോൾ ഈ 40K സബ്സ്ക്രൈബ് ആകുന്നവരെ ഞാൻ ഈ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നുമല്ല. നമ്മുടെ അന്നത്തെ ഒരു ബഡ്ജറ്റിൽ നമ്മൾക്ക് ഒതുങ്ങിയ ഒരു നല്ല ഫോൺ കിട്ടിയപ്പോൾ EMI ഒക്കെ സെറ്റായി കിട്ടിയത് ഈ ഒരു ഫോണിനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്ന് ഈ ഫോൺ മേടിച്ച് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു 0 സബ്സ്ക്രൈബിൽ നിന്ന് ഇപ്പോൾ 40K സബ്സ്ക്രൈബ് ആയത് നമ്മൾ ഈ ഒരു ഫോണിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി അത്യാവശ്യം ഇല്ലാതെ തന്നെ പോയത്. പിന്നെ നമ്മൾ മൈക്കും ഉപയോഗിച്ചിട്ടല്ല വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള ഓരോ സൗണ്ടുകളും ഇപ്പോൾ അവിടെയൊക്കെ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ തൊട്ട് ഫ്രണ്ടിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കയറി വരുന്നത് മൈക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്ക് മേടിച്ചിട്ടില്ല, നമ്മളൊരു ഫോൺ എടുത്തിട്ടുണ്ട്. വിവോ 300 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പ്രോ അല്ല, പ്രോയ്ക്ക് പിന്നെയും ബഡ്ജറ്റ് കൂടുതലാണല്ലോ. അപ്പം 300 ആണ് വിവോ എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്യാമറയും ഇതൊക്കെ ഉള്ള ഒരു ഫോണാണ്. ഇനി തൊട്ട് നമ്മൾ വീഡിയോയിൽ അത്യാവശ്യം ക്വാളിറ്റി ഈ ക്യാമറയിൽ കൂടെ വീഡിയോ എടുക്കുമ്പോഴത്തേന് അത്യാവശ്യം കിട്ടും. ഇതിനെ അപേക്ഷിച്ച് ഇതിനേക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ആണല്ലോ അപ്പോൾ നമ്മൾ ഇനി അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം മൈക്ക് നമ്മൾ പിന്നെ മേടിച്ചിട്ടില്ല. മൈക്ക് ഇനി മേടിക്കണം. അടുത്ത നമ്മുടെ ടാർഗറ്റ് മൈക്കാണ്. അപ്പം മൈക്ക് മേടിച്ചിട്ട് മൈക്ക് കൊണ്ട് സൗണ്ട് എഫക്റ്റും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കി നിങ്ങളിലേക്ക് വീഡിയോ നല്ല രീതിയിൽ ഇനി എത്തിക്കണം. അപ്പോൾ അടുത്തത് മൈക്കാട്ടോ. അപ്പം ഈ ഫോണാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫോണാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു ഫോണാട്ടോ. അപ്പം ഈ സ്ക്രീൻ ഇതിൻ്റെ കവറൊന്നും നോക്കണ്ട, ഇതൊക്കെ ഫോണിൻ്റെ കൂടെ കിട്ടിയ പഴയൊരു കവറാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇതെങ്ങനെയൊക്കെ ഇരിക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഹീറ്റാവുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മഞ്ഞ കളറൊക്കെ ആയേക്കുന്നത്. അപ്പം അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അടുത്ത 14, 15 ശിവരാത്രി മഹോത്സവമാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അവിടെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യാട്ടോ. അപ്പം ഹെൽപ്പ് ചെയ്യാനൊന്നും വേണ്ടി ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം ഞാനും കമ്മിറ്റിക്കാരനൊക്കെ ആട്ടോ ഗൈസ്. അപ്പം നമുക്ക് അവിടെ ചെന്ന് ഹെൽപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡും കപ്പയൊക്കെ കാണും, കപ്പമുളകൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കഴിക്കാൻ നമുക്ക് വർക്കിലൊക്കെ ചേരാം. പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാട്ടോ. കുറച്ച് നേരം വെയിലത്ത് നിന്ന് കരിയിലൊക്കെ കൂട്ടിയുള്ളൂ. ഭയങ്കര ചൂടാണ്. നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം. ചിലപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഫുഡൊക്കെ കാണും കേട്ടോ ഗൈസ്. നമുക്ക് അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ കപ്പോ അല്ലെങ്കിൽ ചോറോ കഞ്ഞിയൊക്കെ വല്ലതും കാണും. അപ്പോൾ നമുക്കത് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കരിയില മൊത്തം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉണ്ട്. അത് എവിടെ കിടക്കണം കേട്ടോ. കുറച്ചുകൂടെ അവിടെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ, ഒക്കെ മൊത്തം നമ്മൾ ശരിയാക്കി.
അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമ്മൾ തണലത്തിരുന്നിട്ട് ഇനി കൊടി നമുക്ക് കെട്ടാം. അപ്പോൾ കൊടിക്കുള്ള കമ്പുകളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കമ്പുകളൊക്കെ പഴയതുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് കൊടി നമ്മൾ എല്ലാ കൊല്ലം അഴിച്ചു വെക്കും. അപ്പോൾ അത് നമുക്ക് കെട്ടാം. കൊടി കെട്ടാനുള്ള കാപ്പിയുടെ കമ്പൊക്കെയാണ്. കാപ്പിയുടെയും പിന്നെ ഇല്ലിയുടെയും മുളയുടെയൊക്കെ കമ്പാണ്. അപ്പോൾ ഇതെല്ലാ കൊല്ലം നമ്മളിങ്ങനെ എടുത്തു വെക്കും. അപ്പോൾ ഇതാണ് കൊടി. ഇത് നമുക്ക് അഴിച്ചു നോക്കാം. ഇതിനകത്ത് കൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഗൈസ്? അപ്പോൾ കൊടിയൊക്കെ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കൊടി ഇതാണ്. അപ്പോൾ ഇങ്ങനെ കമ്പിലേക്ക് നമ്മൾ കെട്ടിയെടുക്കും കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ചോറിനാനായിട്ട് പോകട്ടോ. അപ്പോൾ കപ്പ പുഴുങ്ങിയതുണ്ട്, പിന്നെ ചെറുപയറുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പപ്പടം മേടിക്കാൻ ചേട്ടൻ പോയേക്കോട്ടോ. അപ്പോൾ ചോറും ഉണ്ട് ഗൈസ്. അമ്പലത്തിൽ നിന്ന് ചോറിനാണ് അത് വേറൊരു വൈബാട്ടോ ഗൈസ്. നല്ല ടേസ്റ്റാണ്. എന്താ ഇപ്പം എന്നാ അച്ചാറ് മാത്രം ഉള്ളെങ്കിലും അത് കൂട്ടി ചോറിനാൻ നല്ല ഒരു ടേസ്റ്റാണ്. എന്താണെന്ന് പറയില്ല. വീട്ടിൽ ഇപ്പം എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാലും അമ്പലത്തിൽ വെച്ച് ഉണ്ണുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ആ ചേട്ടൻ പപ്പടവും കൂടെ മേടിക്കാൻ പോയേക്കോട്ടോ. പപ്പടമൊക്കെ വലിയ താമസമൊന്നും ഇല്ലല്ലോ. നമുക്കിത് കൂട്ടി ഒന്ന് തുടങ്ങാം. അപ്പോൾ കപ്പ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചിട്ട് വരാം ഗൈസ്. രാവിലെ വന്നായിരുന്നെങ്കിൽ നല്ല കപ്പയും മുളകും കിട്ടിയേനെ. നമ്മൾ ഉച്ചക്കായിട്ട് നല്ല ചോറിൻ്റെ കൂടെ കപ്പയും അച്ചാറും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കി കൊടി കെട്ടാം ഗൈസ്. അപ്പോൾ നമ്മൾ കൊടിയെല്ലാം കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് വഴികൾ കൂടെയൊക്കെ കെട്ടാൻ പോകണം കേട്ടോ. അപ്പോൾ കൊടിയെല്ലാം നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഗാനമേളയായിട്ട് ഗൈസ് വെച്ചേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലവും ഗാനമേളയായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും നമ്മൾ ഗാനമേളയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റേജ് നമ്മൾ ഇത്തവണ മേഞ്ഞ് സെറ്റാക്കി എടുത്താണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ മേഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ കാല് തൂണ് പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ നമ്മൾ മേഞ്ഞ് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യം മറ്റും. അപ്പോൾ നമ്മൾ ഇത്തവണ സെറ്റാക്കി എടുത്താട്ടോ. ഈ മേഞ്ഞതൊക്കെ ഇത്തവണ സെറ്റാക്കി എടുത്താട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേനും ഞാൻ പലതവണ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ മരത്തിലെ കണിക്കൊന്നയിൽ എപ്പോഴും പൂവുണ്ടായിരിക്കും കണ്ടോ. ഈ മാസം ഫെബ്രുവരി ആണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഇതിനകത്ത് പൂവുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം ജനുവരി ഫെബ്രുവരി എല്ലാ മാസവും ഇവിടെ പൂവുണ്ടായിരിക്കും. ഇപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസമാണ്. അതിനകത്ത് കണിക്കൊന്ന എന്തൂരം ഉണ്ടായി നിൽക്കണേ നോക്കും. വേറൊരു സ്ഥലത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മാസവും ഇവിടെ കണിക്കൊന്നയിൽ പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതാട്ടോ. പക്ഷേ കറക്റ്റ് ഏപ്രിൽ വിഷു ആകുമ്പോഴത്തേനും ഇതിനകത്ത് കാണൂല. പക്ഷേ പണി ചെയ്ത് മടുക്കുന്നവർക്ക് ഇവിടെ പഴം പറിച്ച് കഴിഞ്ഞാൽ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പഴം പറിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഗൈസ്. ഇങ്ങനെയൊക്കെ തിന്നുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്നാ പറയാ, ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും ഓരോ സാധനങ്ങൾക്ക്. പക്ഷെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ തിന്നുമ്പോഴത്തേനും അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് ഞാനും വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും തന്നെ വീട്ടിൽ പോയിട്ടോ. അപ്പോഴത്തേനും ഇനി വൈകിട്ട് ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിൽ പോയി. നല്ല വെയിലാട്ടോ. അപ്പം ഉച്ചയ്ക്ക് പണിയൊക്കെ നിർത്തി എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് വരും എല്ലാവരും കൂടെ. അപ്പോൾ കമ്മിറ്റിയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.